അയ്യ വണക്കം. ജോൺ ബ്രിട്ടാസിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഇത് കൈരളി ടി വി അല്ല രാജ്യസഭയാണെന്ന്. കൈരളി ടി വിയിലെ JB ജംഗ്ഷനിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ അവിടെ നമ്മളാണ് ആൾക്കാരെ കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ കൈയടിക്കും, നമ്മൾ പറയുമ്പോൾ കരഞ്ഞു കാണിക്കും, നമ്മൾ പറയുമ്പോൾ എണീച്ച് പോവുകയും ചെയ്യും. അതുപോലെയല്ല രാജ്യസഭ എന്ന് പറയുന്നത്. അവിടെ പരിണിത പ്രജ്ഞരായിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. എടുത്ത് ഉടുത്തുകളയും എന്ന് മാത്രമേ ജോൺ ബ്രിട്ടാസിനോട് പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ കാണിച്ച വലിയൊരു ഷോ ഉണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ കടന്ന് വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തുകയും സൈഡിൽ കൂടെ കൊട്ടുകൊടുക്കുകയും ചെയ്യും. വീണ്ടും പുകഴ്ത്തി സൈഡിൽ കൂടെ കൊട്ടും പുകഴ്ത്തും കുട്ടും പുകഴ്ത്തും. ഇതാണല്ലോ ജോൺ ബ്രിട്ടാസിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. JB ജംഗ്ഷനൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ജോൺ ബ്രിട്ടാസിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോൺ ബ്രിട്ടാസ് ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഒരു കാര്യം പറയും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൊട്ടു കൊടുക്കും. സുരേഷ് ഗോപിയെ പേടിയുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഇനി വല്ലതും തിരിച്ചു പറഞ്ഞാൽ ഞാൻ ഇരുന്ന് അഴുവുമല്ലോ ഈശ്വര എന്ന് വിചാരിച്ചുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. മൈ ഫ്രണ്ട് സുരേഷ് ഗോപി അദ്ദേഹത്തെ നിർമ്മല സീതാരാമനെ അപമാനിച്ചില്ലേ? എന്താണ് അപമാനിച്ചത്? അദ്ദേഹം ഇവിടുത്തെ ടൂറിസത്തിന്റെ സഹമന്ത്രിയായിട്ട് പോലും ഒരു ചെറിയ പ്രോജക്റ്റ് കേരളത്തിന് വേണ്ടി അനുവദിക്കാൻ നിർമ്മല സീതാരാമൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോൺ ബ്രിട്ടാസ് നല്ല ഷുഗർ കോട്ട് ചെയ്താണ് ഈ വാക്കൊക്കെ പറയുന്നത്. പക്ഷേ ജോൺ ബ്രിട്ടാസ് ആ ഷുഗർ കോട്ട് ചെയ്യുന്ന ആ ഒരു ശൈലിയൊക്കെ ജോൺ ബ്രിട്ടാസ് വിട്ടതാണ്. കാരണം ഈ MP സ്ഥാനം കിട്ടിയ ശേഷം ജോൺ ബ്രിട്ടാസ് നല്ല പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു തുടങ്ങിയതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ മുജാഹിദിന്റെ സമ്മേളനത്തിലൊക്കെ പോയി ബാബറി മസ്ജിദ് തകർത്തത് ആരാണെന്ന് നിങ്ങൾ മറക്കരുത്. അങ്ങനെ മറന്നാൽ പിന്നെ നമുക്കിവിടെ എന്തിനാണ് പണി എന്നുള്ള രീതിയിലാണ് ജോൺ ബ്രിട്ടാസ് അവിടെ സംസാരിച്ചത്. അങ്ങനെയൊക്കെ മറന്നു കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ ഒരു മതമൈത്രിയുള്ള സമുദായം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കിവിടെ യാതൊരുവിധ പണിയില്ലല്ലോ. ഇനി ഗ്യാൻ വാപ്പിയും മധുരയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിനി എങ്ങനെയെങ്കിലും ഒരു 19 കൊല്ലം കഞ്ഞി കുടിച്ച് പോകാനുള്ള വക നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ഈ വേട്ടാവളയും വിചാരിച്ച് കാണും. എന്തായാലും നമുക്ക് ജോൺ ബ്രിട്ടാസിന്റെ കാര്യത്തിലോട്ട് വരാം. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ സുരേഷ് ഗോപി ഒന്ന് ചൊറിഞ്ഞു. സുരേഷ് ഗോപി കയറി മാന്തി. വലിയ രീതിയിൽ കമ്മിക്കുട്ടന്മാർ ഇപ്പോൾ അത് ആഘോഷിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ പഞ്ഞി കിട്ടുമെന്ന് പറഞ്ഞ്. എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞ മറുപടി ഇവന്മാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജോൺ ബ്രിട്ടാസിന്റെ ഇംഗ്ലീഷ് പോലെയല്ല സുരേഷ് ഗോപിയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആക്സന്റ് ഒക്കെ പക്കയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വനം മന്ത്രി ഭൂപേഷ് യാദവിനും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൊട്ടു കൊടുക്കാൻ ജോൺ ബ്രിട്ടാസ് ശ്രമിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് വനം മന്ത്രിയും സുരേഷ് ഗോപിയും എല്ലാവരും കൂടെ ജോൺ ബ്രിട്ടാസിനെ ഇടുന്ന് പഞ്ഞി കിടുന്നതാണ്. സംഭവം എന്ന് പറഞ്ഞാൽ, വനമന്ത്രി ഭൂപേഷ് യാദവ് കേരളത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വലിയ രീതിയിൽ ഈ കമ്മിക്കുട്ടന്മാർ ഇവിടെ പറഞ്ഞു പരത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞ് പരത്തും. കാരണം അവരുടെ പരാജയങ്ങൾ മറച്ചു വയ്ക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. നമ്മുടെ ദശമൂലം ദാമു പറയുന്നത് പോലെ, ഞാൻ ആരോടെങ്കിലും ഇത്തിരി ഗുണ്ടായുസം കാണിച്ച് ജീവിച്ചു പോട്ടെ പരമൂല്ലേ എന്ന് പറയുന്നത് പോലെയാണ് ജോൺ ബ്രിട്ടാസിൻ്റെ ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരെയും കാര്യം എന്ന് പറയുന്നത്. പാവങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി കാണിക്കുന്നതാണ്. നമ്മുടെ കുമ്പിടി പറയുന്നത് ലക്ഷമിക്കണം ഉപദ്രവിക്കുന്ന ജീവിതമാണെന്ന് പറയുന്നതാണ് കാര്യങ്ങൾ. വനം മന്ത്രി ഒരു പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ കിടന്ന് അലമുറയിട്ട് കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണോ വനമന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. പഴയ ബോംബ് കഥ തന്നെ, ഈ സമയത്ത് രാഷ്ട്രീയം പറയില്ലേ മെക്കളെ എന്നുള്ള പഴയ ബോംബ് കഥ തന്നെയാണ്. അപ്പോൾ വനം മന്ത്രി ഭൂപേഷ് യാദവ് പറഞ്ഞത് എന്താണ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, അതായത് കേരളത്തിൽ ജനങ്ങളെ അപമാനിച്ചു. അവിടെ താമസിക്കുന്ന മൊത്തം അനധികൃത കുടിയേറ്റക്കാരാണ്. അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ താമസിക്കുമ്പോൾ മണ്ണിടിയും എന്നുള്ള രീതിയിലാണ് വനം മന്ത്രി പറഞ്ഞത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പറഞ്ഞു പരത്തി. അതിന് പിന്നാലെ ഇവിടെ കമ്മിക്കുട്ടന്മാരെല്ലാം താറെടുത്ത് ഉടുത്ത് നേരെ വനം മന്ത്രിക്ക് നേരെ തുരുതുരുതുരാ ആക്രമണം തുടങ്ങി. അതിനുശേഷമാണ് സുരേഷ് ഗോപി വയനാട്ടിലേക്ക് വന്നത്. സുരേഷ് ഗോപി വയനാട്ടിൽ വന്നപ്പോൾ സുരേഷ് ഗോപിക്കെതിരെയും വലിയ രീതിയിൽ ആക്രമണം തുടങ്ങി. അത് പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഇപ്പം കാസർഗോഡ് മുതൽ പാറശാല വരെ എന്ത് നടന്നാലും സുരേഷ് ഗോപി വല്ലതൊക്കെ തരണം എന്നാണ് ഇവിടെയുള്ള ഒരു പ്രത്യേക മതവിഭാഗം പ്ലസ് കമ്മിക്കുട്ടന്മാരെല്ലാം കൂടെ ചേർന്ന് എന്ന് പറയുന്നത്. സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പേ താറടിച്ചു, ജയിച്ചു കഴിഞ്ഞപ്പോൾ താറടികളുടെ ആക്കം കൂട്ടി. സുരേഷ് ഗോപി എന്തെങ്കിലുമൊക്കെ തരണം. ഒരു വയനാടൻ വാഴയെ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ആ വയനാടൻ വാഴയാണെങ്കിൽ വാ തുറക്കില്ല, വന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോകാൻ മാത്രമേ വയനാടൻ വാഴയെ കൊണ്ട് കൊള്ളാലോ. പ്രതിപക്ഷ നേതാവാണ്. വേണമെങ്കിൽ നരേന്ദ്രമോദിയായിട്ട് ഡയറക്റ്റായിട്ട് ചെന്ന് മോദിയെ പാർലമെന്റിൽ ചെന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ അറിയാലോ. അങ്ങനെയാണെങ്കിൽ പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി വയനാടിനെ എടുത്ത് കൊടുക്കാത്ത എന്താണ് എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ഈ സമയത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല. സുരേഷ് ഗോപി തരണം വല്ലതും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വീണ്ടും ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസിനെ പഞ്ഞി കിട്ടത് കേൾക്കാനാണല്ലോ നമുക്ക് കാത്തിരിക്കുന്നത്. ഈ ഭൂപേഷ് യാദവ് എന്ന് പറഞ്ഞ വനം മന്ത്രിക്കെതിരെ ജോൺ ബ്രിട്ടാസ് തിരിഞ്ഞു. ഈ സമയത്താണോ ഇങ്ങനെ പറയുന്നത്? ദുരന്തത്തിൽ ഒരു ആശ്വാസമായി കേന്ദ്രത്തിന്റെ തോളിൽ ചായാനായിട്ട് കേരളം വന്നപ്പോൾ ഭൂപേഷ് യാദവ് പറയുകയാണ് അവിടെ മരിച്ചു വീണതെല്ലാം അനധികൃത കുടിയേറ്റക്കാരാണ്. ഇങ്ങനെയാണ് ഭൂപേഷ് യാദവ് പറയുന്നത്. ഉടനെ ഭൂപേഷ് യാദവ് ചാടി എണീച്ചു, പച്ചക്കള്ളം പറയരുത്, ഇവ ഈ പറയുന്ന പച്ചക്കള്ളങ്ങളെല്ലാം സഭാരേഖകളിൽ നിന്ന് നീക്കണം എന്ന് ഭൂപേഷ് യാദവ് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്? ഞാൻ അവിടെ പറഞ്ഞത് കേന്ദ്രം വയനാട് പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, പൂഴ്ത്തി വെച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു. ഈ പരിസ്ഥിതി ലോല പ്രദേശമായിട്ടുള്ള വയനാട് തുരങ്കം നിർമ്മിക്കാനായിട്ട് കേന്ദ്രം ഒന്നും പറഞ്ഞിട്ടില്ല. കേന്ദ്രം തുരങ്കം നിർമ്മിക്കാനുള്ള അനുമതിയും കൊടുത്തിട്ടില്ല. പോരാത്തതിന് ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 3 വർഷമായി
കേരള സർക്കാർ അവിടെ ഖനനത്തിനായിട്ടുള്ള ലൈസൻസ് കൊടുത്തിരുന്നു. അത് കേട്ടപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ നെഞ്ചൊന്ന് ഇടിച്ചു. അങ്ങനെ 3 വർഷമായിട്ട് വയനാട് ഖനനത്തിനുള്ള ലൈസൻസ് കൊടുത്തിരുന്നു. ഗാഡ്ഗിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിട്ടും ഈ 3 വർഷം മുമ്പ് ഖനനത്തിനുള്ള ലൈസൻസ് കൊടുക്കാനുള്ളൊരു മനസ്ഥിതി കാണിക്കണമെങ്കിൽ അങ്ങനെ ലൈസൻസ് കൊടുത്തിരുന്നു. അങ്ങനെ ലൈസൻസ് ആര് ചോദിച്ചിട്ട് കൊടുത്തു? മറുപടി പറ എന്നാണ് ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചത്. ഈ ഖനനത്തിനുള്ള ലൈസൻസ് കൊടുത്തത് കൊണ്ടാണ് അനധികൃത മനുഷ്യവാസവും ഖനനവും അവിടെ നടന്നത് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. ചില വേട്ടാവളിയന്മാർ ഞാൻ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ വാർത്ത ചെയ്തപ്പോൾ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് വയനാട് ഉരുൾപൊട്ടലുണ്ടായത് അങ്ങ് കാട്ടിനകത്താണ്, അത് ഉരുൾപൊട്ടി ഇങ്ങ് വന്നത് നാട്ടിലാണ്. അപ്പം നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. എടാ വേട്ടാവളിയന്മാരെ, വയനാട് മുഴുവനും എക്കോ സെൻസിറ്റീവ് ഏരിയയാണ്, അതിൽ സോൺ 1 ഏർപ്പെടുത്തിയിരിക്കുന്ന സാധനമാണ്. അവിടെ എവിടെ, അതായത് താഴെ വയനാട്ടിൻ്റെ അവിടെ താഴെ കാടങ്ങ് മുകളിൽ ഉരുൾപൊട്ടിയതൊക്കെ അതിൻ്റെ താഴെ ഒരു ഖനനമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളോ എന്തെങ്കിലുമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഘാതം വയനാട് മുഴുവനും ഉണ്ടാകുമെന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനകത്ത് എഴുതി വയ്ക്കുന്നത്. യവമാരത്തൊക്കെ പറയാൻ പോണ നേരം കൊണ്ട് 2 വാഴ വെച്ചെങ്കിൽ അതിൽ കൊല വന്ന് പഴമെങ്കിലും എടുത്ത് തിന്നായിരുന്നെന്നാണ് ഞാൻ ആ സമയത്ത് ആലോചിച്ച് പോയത്. രണ്ടാമത്തെ കാര്യം യവമാരാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിയും, ഈ കടലിൽ മരമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവിടെ മഴ പെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അവന്മാരെ ചോദ്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയുന്നത്. ഇത് ഇന്ത്യ, ഇത് അമേരിക്ക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കുഴിച്ചു പോയാൽ അമേരിക്ക എത്തില്ലേ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ ആയിട്ടാണ് ഓരോരുത്തന്മാർ വരുന്നത്. എന്തോ ചെയ്യാനെന്ന് പറയാം. ഇനി അടുത്തതായിട്ട് വനമന്ത്രി ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും ജോൺ ബ്രിട്ടാസിൻ്റെ വയറ് നിറഞ്ഞു. ഇനി സുരേഷ് ഗോപിയുടെ ഊഴമാണ്. സുരേഷ് ഗോപിക്കെതിരെ ഞാൻ പറഞ്ഞില്ലേ, അമ്പുകൾ തൊടുത്ത് വിടുകയാണ്. അതായത് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിക്കാമായിരുന്നു, കേരളത്തിന് വേണ്ടി എന്തെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നു. ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടടിക്കാനുള്ള ഒരു ഉപാധിയല്ല എന്ന് ജോൺ ബ്രിട്ടാസിന് നല്ലതുപോലെ അറിയാം. കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ, അതായത് 2014 നരേന്ദ്രമോദി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി. ആ ബഡ്ജറ്റ് 2015 അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ബഡ്ജറ്റ്. അല്ലാതെ കോൺഗ്രസ് കാണിക്കുന്ന ബഡ്ജറ്റ് പോലെ ഈ മാസം നമുക്ക് ഈ വർഷം നമുക്ക് 100 കോടി ചെലവ്, 100 കോടി ചെലവാണെങ്കിൽ 101 കോടി വരവ്, അതായത് ഖജനാവിലുള്ള പൈസയുള്ള എല്ലാവർക്കും എടുത്ത് അങ്ങ് വീതിച്ചു കൊടുക്കും. അതല്ല ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നില സുസ്ഥിരമാക്കാനുള്ള കാര്യമാണ്. ആ ബഡ്ജറ്റ് വരുമ്പോൾ ഇന്ന് കേരളത്തിനൊരു 2000 കോടി, പിന്നെ അവന് ഒരു 3000 കോടി, ഇങ്ങനെ കൊടുക്കുന്നതല്ല ബഡ്ജറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബീഹാറിനും ആന്ധ്രയ്ക്കും എന്തുകൊണ്ട് ഇത്ര കൊടുത്തു എന്ന്. കാരണം അവർക്ക് അത് കൊടുക്കണം. കാരണം ബീഹാറും ആന്ധ്രയും പിരിഞ്ഞ സംസ്ഥാനങ്ങളാണ്. അങ്ങനെ 2 സംസ്ഥാനങ്ങൾ പിരിയുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഭരണഘടനയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ഇടയ്ക്ക് അതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് തലതിരിച്ച് വയ്ക്കാതെ അതൊന്ന് നൂറ്റ് വെച്ച് തുറന്ന് അതൊന്ന് വായിച്ചുകൂടെ നോക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ സുരേഷ് ഗോപിക്ക് നേരെ കത്തി കയറുമ്പോഴാണ് സുരേഷ് ഗോപി ആ വർക്കലയുടെ സംഭവം എടുത്തിട്ടത്. ഈ വർക്കലയിൽ എന്താണ് നടന്നത് പെട്ടെന്ന് പറ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഈ വർക്കലയിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വർക്കലയെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? നിങ്ങൾ ഈ ടൂറിസത്തിൻ്റെ കാര്യമൊക്കെ വലിയ രീതിയിൽ പറയുന്നുണ്ടല്ലോ, വർക്കലയെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? അവിടെ ഞാൻ നടത്തിയ ഇടപെടൽ നിങ്ങൾ കണ്ടായിരുന്നു എന്ന് ജോൺ ബ്രിട്ടാസിനോട് സുരേഷ് ഗോപി ചോദിച്ചു. ഒന്നും മിണ്ടാതെ ജോൺ ബ്രിട്ടാസ് അവിടെ ഇരിക്കുന്ന കണ്ടു. വലിയ രീതിയിൽ വാചകമൊക്കെ അടിക്കും, കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ കമ്മികൾ വെട്ടി പ്രചരിപ്പിക്കുകയും ചെയ്യും. പക്ഷേ സുരേഷ് ഗോപി കൊടുക്കുന്ന മറുപടി നമുക്കറിയണമല്ലോ. ജോൺ ബ്രിട്ടാസ് അങ്ങനെ ചോദിച്ചപ്പോൾ ജോൺ ബ്രിട്ടാസ് ഒന്നും മിണ്ടില്ല. വർക്കലയിലെ അടക്കം നിർമ്മാണത്തിൽ വലിയ വീഴ്ച വന്നു, അവിടെ കുന്നിടിക്കുന്നു, ക്ലിഫ് നശിപ്പിക്കുന്നു എന്നുള്ള ആരോപണം ശക്തമാണ്. അങ്ങനെയുള്ള സംഭവം വന്നപ്പോൾ അവിടെ കുന്നും മണ്ണും ഒക്കെ ഇടിച്ചു മാറ്റിയപ്പോൾ സുരേഷ് ഗോപി അവിടെ ഓടി വന്ന സംഭവം മറന്നുപോയോ ഉത്തമ എന്നാണ് ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചത്. ഈ മുഹമ്മദ് റിയാസിൻ്റെ കീഴിൽ വരുന്നതല്ലേ പാവം, അങ്ങനെ ജീവിച്ചു പോട്ടെ, നമ്മൾ എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ അങ്ങേരെ വലിച്ചഴിക്കുന്നത്? അത് നമുക്ക് വേറെ കൊടുക്കാം. എന്തായാലും ജോൺ ബ്രിട്ടാസിനെ നമുക്കിപ്പോൾ പനിക്കിടാം. ജോൺ ബ്രിട്ടാസ് ഇത് കേട്ട് മിണ്ടാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ വർക്കല എന്ന് പറയുന്നത് ഭൂമി, അവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് ഭൗമ പൈതൃക പ്രദേശമായിട്ട് ജിയോളജിക്കൽ വകുപ്പ് അംഗീകരിച്ച ഒരു സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത്. അവിടെ അനധികൃതമായിട്ട് കുന്നിടിക്കാനോ മണ്ണിടിക്കാനോ പാടില്ല. പോരാത്തതിന് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് സമ്പൂർണ്ണമായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതും ജിയോളജിക്കൽ വകുപ്പ് തന്നെ കൊടുത്തതാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പഠിക്കാനായിട്ട് ഒരു 10 അംഗ സംഘത്തിനെങ്കിലും അയക്കണം എൻ്റെ ഉപരാഷ്ട്രപതി ജി എന്നാണ് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞത്. ഇതോടുകൂടി ജോൺ ബ്രിട്ടാസ് നെഞ്ചത്ത് കൈവയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിച്ച് ഖനനം, ഇനിയിപ്പം അനധികൃത ഖനനം, മണ്ണിടിച്ചിൽ, കോറി മാഫിയ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഇതൊക്കെ പഠിക്കാൻ ഒരു 10 അംഗ സംഘം കേന്ദ്രത്തിൽ നിന്ന് അങ്ങോട്ട് അയക്കണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. പിന്നെ പോരാത്തതിന് ഈ വർക്കല എന്ന് പറയുന്നത് വർക്കല, അഷ്ടമുടി, മുഴുപ്പിലങ്ങാട് ഇവിടെയൊക്കെ അഡ്വഞ്ചർ ടൂറിസം തുടങ്ങാനായിട്ടൊരു പദ്ധതി അത് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് സുരേഷ് ഗോപി വേറൊരു കാര്യം പറഞ്ഞത്. അങ്ങനെ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി കൊണ്ടുവരാനൊരു സംഭവമല്ല. ഇതിങ്ങനെ മറ്റേ വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പെടും പോലെ ഠേ എന്ന് വല്ല സാധനമല്ല, സമയമെടുക്കും. അങ്ങനെ സമയമെടുക്കും. അല്ലാതെ ഞങ്ങളിതാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് നേരെ പോയിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇട്ട് 2 നടത്താൻ അതിൻ്റെ മുകളിൽ കൂടെ നടക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തെക്ക് വടക്കനെ 4 കിടക്കും. അങ്ങനെ ഇത് നടക്കില്ല. പിന്നെ വേറെന്ത് നിങ്ങൾ ടൂറിസത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മുഹമ്മദ് റിയാസിനെ ചൂണ്ടിക്കാട്ടി ജോൺ ബ്രിട്ടാസ് പറയും, നമ്മൾ മറ്റേ പാലമില്ലേ, എപ്പോഴും നമ്മൾ ടൂറിസത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കൂളിമാട് പാലം.
എപ്പോഴും റിയാസിൻ്റെ ഒരു പരിപാടിയാണ് കൂളിമാട് പാലം. ടൂറിസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? റിയാസിൻ്റെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂളിമാട് പാലത്തിൽ ഒരു പെയിൻ്റ് അടിച്ചു. ആ പാലത്തിൽ പെയിൻ്റ് അടിച്ചിട്ട് കണ്ടോ, ടൂറിസ്റ്റുകൾ വന്ന് കാണാൻ പോകുന്നത് കണ്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ കൂളിമാട് പാലത്തിൽ നമ്മൾ സീരിയൽ ലൈറ്റ് തൂക്കി, 2 സീരിയൽ ലൈറ്റ്, ആ കിടില സീരിയൽ ലൈറ്റ്. ഇത് ഇങ്ങനെ അങ്ങനെ കത്തും ഇങ്ങനെ കത്തും, ഇത് കത്തുമ്പം ഇതണയുമ്പോൾ ഇത് കത്തും. ഇത് കാണാനായിട്ട് ഇങ്ങനെ ഒഴുകി 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 വരും അവിടെ നിന്ന് സായിപ്പന്മാരും വിദേശികളും എല്ലാം എന്നാണ് നമ്മുടെ പറയുന്നത്. ഈ കൂളിമാട് പാലം വിട്ട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസ് കയറി പിടിച്ചിരിക്കുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ കിരീടം സിനിമ ഷൂട്ടിംഗ് നടന്ന വെള്ളയാണിയിലെ കിരീടം പാലമാണ്. അതാണെങ്കിൽ 4.37 ഇഞ്ചേ ഉള്ളൂ. ആ കിരീടം പാലത്തിന് നമ്മൾ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പ്രഖ്യാപിക്കും. അവിടോട്ട് നമ്മുടെ മറ്റേ പ്രതിമയുണ്ടല്ലോ, കാക്ക തൂറാനായിട്ട് മോദി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പ്രതിമയിൽ വരുന്ന ആൾക്കാരെക്കാട്ടിലും വലിയ ആൾക്കാർ അവിടെ ഇങ്ങനെ കാണാൻ വരും. ഈ പാലം കാണാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ വെള്ളയാണിയിലാണ് കല്ലിയൂർ ഗ്രാമം. കല്ലിയൂർ ഗ്രാമം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി വികസിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയൊരു കർഷക ഗ്രാമമായിട്ട് വളർന്നു വരികയാണ്. അങ്ങനെ വരുന്ന ആൾക്കാർ അവിടെ പോയി പച്ചക്കറി മേടിക്കും. പച്ചക്കറി മേടിക്കുമ്പം ഈ കല്ലിയൂർ എന്ന് പറയുന്ന ഗ്രാമം, ഈ ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറഞ്ഞ ഗ്രാമം അറിയാം, അവിടെ നിന്നാണ് ഈ അമൂൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉയർന്നു വരുന്നത്. അങ്ങനെ ഈ കല്ലിയൂർ എന്ന് പറഞ്ഞ ഗ്രാമം, അവിടെ നിന്ന് ആൾക്കാർ പച്ചക്കറി മേടിച്ച് 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 വലിയ ഒരു സെറ്റപ്പായി മാറാനായിട്ട് പോവുകയാണ് എന്നൊക്കെ ആയിരിക്കും റിയാസ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഭയങ്കര വിഷനാണ് ഈ മനുഷ്യന് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. അങ്ങനെ ആനന്ദ് എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിൽ നിന്ന് അമൂൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉയർന്നു വന്നതുപോലെ നമ്മളിത് ആ കലൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് കിരീടം വെണ്ടയ്ക്ക, കിരീടം പച്ചമുളക്, കിരീടം പഴുതനങ്ങ, കിരീടം പാവയ്ക്ക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ മിനിമം ഒരു 5-6 രാജ്യങ്ങളിലെങ്കിലും നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരിക്കും റിയാസ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അണ്ടൻ കമ്പനികൾ ഇത് വിശ്വസിക്കും. അയ്യോ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇത് തന്നെ എടുത്ത് വെട്ടിയിട്ടിട്ട് റിയാസിന് അനുകൂലമായിട്ട് പ്രചരിപ്പിച്ച് കളയും. അങ്ങനെയുള്ള ടീമുകളാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. അങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞു വരികയാണ്. ഇനി സുരേഷ് ഗോപി പറഞ്ഞ വേറൊരു കാര്യം, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനം ഇനി അടുത്ത ബഡ്ജറ്റ് വരുമല്ലോ, നമുക്കത് അടുത്ത ബഡ്ജറ്റ് പരിഹരിക്കാം. ഈ ബഡ്ജറ്റ് ഇപ്പോൾ വന്നു, ഇനി അത് കഴിഞ്ഞ് അടുത്ത ബഡ്ജറ്റ് വരും. വളരെ വിദൂരമൊന്നുമില്ല, ഇനി 7-8 മാസം കൂടെയുള്ള അടുത്ത ബഡ്ജറ്റ് വരാൻ. ഒന്ന് പൊടിക്ക് അടങ്ങണം ജോൺ ബ്രിട്ടാസ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. പിന്നെ രണ്ടാമതൊരു കാര്യം സുരേഷ് ഗോപി പ്രധാനമായിട്ടും ഒരു കൊട്ടെന്ന രീതിയിൽ പറഞ്ഞാണ്, ഇങ്ങോട്ടിട്ട് കൊട്ടാമെങ്കിൽ അങ്ങോട്ടും കൊട്ടാമല്ലോ, ഒരു ടൂറിസം പദ്ധതി വരുന്നുണ്ട് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വലിയ ആത്മീയ ടൂറിസം ശൃംഖല രൂപകൽപ്പന ചെയ്യുകയാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ആത്മീയ ടൂറിസം ശൃംഖല ഇതാ ഞങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി കേരളത്തിൽ ഇത് നടപ്പാവുമോ എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. കാരണം കേരളത്തിലെ സർക്കാരിന് ഈ ആത്മീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അലർജിയാണല്ലോ. പക്ഷേ ശബരിമലയിലുള്ള പൈസ വേണം, അതാണ് കേരളത്തിലുള്ള സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. ഇതും കൂടെ കേട്ടപ്പോൾ നമ്മുടെ ജോൺ ബ്രിട്ടാസിന് പിന്നെ കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ എന്നുള്ള രീതിയിലായിപ്പോയി ജോൺ ബ്രിട്ടാസ്. അങ്ങനെ ജോൺ ബ്രിട്ടാസ് അവിടെ ഇരിക്കുന്നത് കാണാനും നമുക്ക് സാധിച്ചു. പക്ഷേ ജോൺ ബ്രിട്ടാസിൻ്റെ ക്ലിപ്പുകൾ ഇപ്പോഴും എടുത്ത് നാട്ടുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാർ അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാം, അത് നമ്മുടെ ജയരാജൻ്റെ കാഞ്ഞ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ജയരാജൻ പറഞ്ഞത്, നമ്മൾ തേഞ്ഞാലും നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ മറുപടി നമുക്ക് വേണ്ട, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ക്യാപ്സ്യൂൾ രൂപത്തിൽ വെട്ടിയെടുക്കണം. അങ്ങനെ ക്യാപ്സ്യൂൾ രൂപത്തിൽ വെട്ടിയിട്ട് അച്ചമുച്ച അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വെതറിക്കൊള്ളണം എന്ന് പറഞ്ഞത് ആ ജയരാജൻ്റെ കാഞ്ഞ ബുദ്ധിയാണ് ഈ ജോൺ ബ്രിട്ടാസിന് ഇപ്പം ഇങ്ങനെ വലിയ രീതിയിൽ അണ്ടംകമ്പികൾ ആഘോഷിക്കാനുള്ള കാരണം. അപ്പം ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.